ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു സന്തോഷമാണ് ഈ പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഒരുപാട് നമുക്ക് ചില ദിവസങ്ങളിൽ വല്ലാണ്ട് മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ 2 ദിവസമായിട്ടും എന്തോ വല്ലാത്ത വിഷമമായിരുന്നു മനസ്സിന്, കാരണമൊന്നുമില്ലാത്തൊരു സങ്കടം. അങ്ങനെ ഞാൻ ഇന്ന് രാവിലെയും കൂടെ, അപ്പോൾ ഞാനിങ്ങനെ രാവിലെ ഇങ്ങനെ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ എന്താണോ മനസ്സിന് വല്ലാത്തൊരു സങ്കടം, നീ എൻ്റെ പ്രാർത്ഥനയൊന്നും കേൾക്കുന്നില്ല. 2 ദിവസമായിട്ട് ഇങ്ങനെ വെച്ചാൽ നമുക്ക് മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമല്ലോ. അങ്ങനെ എന്തെങ്കിലും എനിക്ക് നീ കൂടെ ഉണ്ടെന്ന് എന്തെങ്കിലും എനിക്കൊരു ഇത് കാണിച്ചതാ, അല്ലെങ്കിൽ എനിക്ക് എന്തോ നമുക്കൊട്ടും സഹിക്കാൻ പറ്റാത്ത വിഷമം വരുന്നത് പോലെ. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഈ മെസ്സേജ്, ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈ ചേച്ചിക്ക് സ്കന്ദഷഷ്ഠി കവചം അയച്ചു കൊടുത്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 മൈലുകൾ ആ ചേച്ചി ചൊല്ലിത്തുടങ്ങി. 4ാമത്തെ ദിവസം ആ ചേച്ചിയുടെ വീട്ടിൽ 3 മൈലുകൾ ഭഗവാനും വള്ളി ദേവിയാനി അമ്മയുമാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടപ്പെടുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെ തന്നെയാണ്. കാരണം ഇത്രയും നാളും ഞാൻ പ്രാർത്ഥിക്കുമ്പം ഭഗവാന്റെ വേലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിച്ച് പ്രാർത്ഥിക്കും, എന്തെങ്കിലും ഒരു അടയാളം കാണിക്കും എന്നതിനപ്പുറത്തേക്ക് എനിക്ക് ലൈഫിൽ ഇങ്ങനെ ഒരു അവസ്ഥ ആദ്യമായിട്ടാണ്. നിങ്ങളൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ഫലം കിട്ടി ചേച്ചി എന്നെനിക്ക് മെസ്സേജ് ഇടുമ്പോഴും എനിക്ക് സന്തോഷം തോന്നും എന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ മനസ്സ് നിറഞ്ഞൊരവസ്ഥ എനിക്ക് ആദ്യമായിട്ടാണിത്. എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം അത്രയും ഞാൻ വിഷമിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ഒരു കമൻറ്റ് കണ്ടത്, ഭഗവാൻ കൂടെയുണ്ട്, ഞാൻ കൂടെയുണ്ട്, നീ വിഷമിക്കേണ്ട എന്ന് ഭഗവാൻ ഒരാൾ വഴി എനിക്ക് തന്ന ബ്ലെസ്സിങ് ആണിത്. എനിക്ക് ഒരുപാട് മനസ്സ് നിറഞ്ഞു. ഞാൻ എൻ്റെ മനസ്സ് നിറഞ്ഞു എന്നതിനേക്കാൾ കൂടുതൽ ഭഗവാനിൽ വിശ്വസിക്കൂ. നിങ്ങളെല്ലാവരും ഭഗവാനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അത്ഭുതം കാണിക്കുമെന്നുള്ളതിന് എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ ഓരോ കമൻസ് എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അതിലും ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നതും അതിശയമെന്ന് പറയുന്നതും ഈ ഒരു കാര്യമായിരിക്കും. ആ ചേച്ചിയുടെ വീട്ടിൽ ഭഗവാൻ തൻ്റെ പ്രിയപ്പെട്ട പത്നികളുമായിട്ട് തന്നെ ചെന്ന് ആ ചേച്ചിയെ അനുഗ്രഹിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ചേച്ചിക്ക് ഇനി എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങളും ഉയർച്ചകളും മാത്രമേ ജീവിതത്തിൽ ഉണ്ടാകൂ എന്നുള്ളതും ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും കമൻ്റ് ഇട്ട ആ ചേച്ചിയോട് എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം ഭഗവാനാണ് ചേച്ചിയെ കൊണ്ടത് മനസ്സിൽ തോന്നിപ്പിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യം പറഞ്ഞാൽ അത്രയും നേരം ഉണ്ടായിരുന്ന ആ കാരണം അറിയാത്ത വിഷമം പോലും ഇതുവഴി പോയെന്ന് എനിക്ക് ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് സന്തോഷം എന്തായാലും. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ വീട്ടിൽ ധനപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു ചെറിയ പരിഹാരത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. 11 ദിവസം അടുപ്പിച്ച്, അതായത് ഒരു മാസം 11 ദിവസം മാത്രം നമ്മളിത് ചെയ്താൽ മതി. പക്ഷേ 11 ദിവസം അടുപ്പിച്ച് നമ്മളിത് ചെയ്യണം. അതുമാത്രവുമല്ല, മാസത്തിലെ പൂയം നക്ഷത്രം വരുന്ന ദിവസവും അതുപോലെ തന്നെ വെളുത്ത പക്ഷ പഞ്ചമി വരുന്ന ദിവസവും മാത്രമേ നമ്മളിത് ചെയ്യാനായിട്ട് പാടുള്ളൂ. ആ കാര്യം കൂടിയിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് വെളുത്ത പക്ഷ പഞ്ചമി എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചന്ദ്രഭഗവാൻ ഓരോ ദിവസം ചെല്ലുന്തോറും വലുതായി വന്ന് പൂർണ്ണചന്ദ്രനാവുന്നത് പോലെ നമ്മുടെ വീട്ടിലെ ധനവരവും ഓരോ ദിവസം ചെല്ലുന്തോറും കൂടി വരണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വെളുത്തപക്ഷ പഞ്ചമി അല്ലെങ്കിൽ പൂയം നക്ഷത്രം തിരഞ്ഞെടുത്തതിന് പിന്നിലെ കാരണം. പിന്നെ ഇപ്പോഴും പറയുന്നത് പോലെ പീരിയഡ്സും പുലമാലായ്മയും ഉള്ളവർ ഇത് ചെയ്യാൻ പാടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ചെയ്തിട്ട് ലക്ഷ്മി ദേവിയിലാണ് സമർപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പീരിയഡ്സും പുലവാലായ്മയുള്ളപ്പോഴും ചെയ്യരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൂജകളായിട്ടൊന്നുമല്ല ചെയ്യുന്നത്. നമുക്ക് ദീപം കൊളുത്തേണ്ടുന്ന ആവശ്യമോ അതുപോലെ പൂജാമുറിയിൽ പോയിരിക്കണമെന്നുള്ള ആവശ്യങ്ങൾ പോലുമില്ല. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ചെയ്ത ആ ഒരു കാര്യം നമ്മൾ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹത്തിനടുത്ത് കൊണ്ടുപോയി വെക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പീരിയഡ്സും പുലവാലായ്മ ഒഴിവാക്കണം. നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നവരാണോ എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാം. പിന്നെ ഇത് ചെയ്യാനായിട്ടും പ്രത്യേകിച്ചൊരു സമയമുണ്ട്. ഇപ്പോൾ പൂയം നക്ഷത്രം ഉള്ള ദിവസമാണെങ്കിലും പഞ്ചമി തിരിയുള്ള ദിവസമാണെങ്കിലും ബ്രഹ്മമുഹൂർത്തം മുതൽ രാവിലെ 7 മണിക്ക് മുൻപും വൈകിട്ട് 6 മണിക്കും 7 മണിക്കും ഇടയ്ക്കും മാത്രമേ നമ്മളിത് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതിന് കാരണമെന്ന് പറയുന്നത്, ആ ഒരു സമയത്ത് ഒരു വല്ലാത്ത പവറാണ് നമ്മുടെ ഭൂമിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഈ 2 സമയങ്ങൾ ഞാൻ തിരഞ്ഞെടുത്ത് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഇപ്പം നിങ്ങൾക്ക് 100ൽ 100% റിസൾട്ട് കിട്ടണം എന്ന് ഉറപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം തന്നെ സെലക്ട് ചെയ്യണം. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇനിയിപ്പം നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, 11 ഏലക്കായാണ് ഇതിന് വേണ്ടത്. 11 ഏലക്കായ എടുക്കുമ്പം
പുതിയ ഒരു പാക്കറ്റ് ഏലക്ക തന്നെ മേടിക്കണം. ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, നിങ്ങൾ ഇന്ന് ലക്ഷ്മി പൂജയ്ക്ക് വേണ്ടി ഏലക്ക മേടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ 11 എണ്ണം മിച്ചമുണ്ടെങ്കിൽ അതെടുക്കാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് പുതിയ ഒരു പാക്കറ്റ് തന്നെ ഏലക്ക മേടിച്ച് ആ ഏലക്കായിൽ നിന്നും 11 എണ്ണം നിങ്ങൾ എടുക്കണം. എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുരുവൊന്നും വെളിയിൽ കാണാത്ത ഫ്രഷ് ആയിട്ടുള്ള ഏലക്ക തന്നെ എടുക്കണം. നമ്മളിത് പിന്നെ പൊടിക്കുന്നുണ്ട്, എന്നാൽ പോലും കുരുവൊന്നും വെളിയിൽ കാണരുത്. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ വേണ്ടത് ഒരു യെല്ലോ കളറിലെ തുണിയാണ്. അപ്പം പൂയം നക്ഷത്രം അല്ലെങ്കിൽ പഞ്ചമി തിഥിയുള്ള ദിവസം ഞാൻ ഈ പറഞ്ഞ 2 സമയത്ത് എപ്പോഴാണെങ്കിലും കുളിച്ച് ശുദ്ധമായതിനു ശേഷം നിങ്ങൾ വടക്കോട്ട് ഫേസ് ചെയ്തിരിക്കണം. വടക്ക് എന്ന് പറയുന്നത് കുബേര ഭഗവാന്റെ ദിശയാണ്, മഹാലക്ഷ്മി ദേവിയുടെ ദിശയുമാണ്. അപ്പോൾ അതുകൊണ്ട് വടക്കോട്ട് നോക്കി തന്നെ ഇരിക്കണം. ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വടക്കോട്ട് നോക്കി ഇരിക്കാനായിട്ടുള്ള ഒരു സാധ്യതയില്ല അല്ലെങ്കിൽ പറ്റില്ല എന്നുള്ളവർക്ക് കിഴക്ക് നോക്കി ഇരിക്കാവുന്നതാണ്. അങ്ങനെ ഇരുന്നതിന് ശേഷം ഇരിക്കുമ്പം ഒരു മാറ്റൊക്കെ ഇട്ടിട്ട് വേണം അതിന് മുകളിൽ ഇരിക്കാൻ. അങ്ങനെ ഇരുന്നതിന് ശേഷം ഒരു ഏലക്ക നിങ്ങളെടുത്ത് കയ്യിൽ പിടിക്കുക. നിങ്ങളുടെ വലത് കയ്യിലെ ഉള്ളം കയ്യിൽ ഒരു ഏലക്ക എടുത്ത് പിടിച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം 11 തവണ ചൊല്ലുക. ഇനിയിപ്പോൾ നിങ്ങൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ആ ഒരു സമയത്ത് എന്തായാലും നമ്മൾ നിലവിളക്കൊക്കെ വീട്ടിൽ കത്തിക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലവിളക്കിൻ്റെ മുൻപിലിരുന്ന് ചൊല്ലാം, അതിൽ ഒരു തെറ്റുമില്ല. ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർ, വെളിയിലൊക്കെ നിൽക്കുന്നവർ, നിങ്ങൾക്ക് വിളക്കൊന്നും കത്തിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നോർമലി വടക്കോട്ട് ഫേസ് ചെയ്തിരുന്ന് ചൊല്ലിയാൽ മതിയാവും. ഈ ഒരു ഏലക്ക കയ്യിൽ പിടിച്ചിട്ട് ഓം ശ്രീം ഹ്രീം ക്ലീം സിദ്ധലക്ഷ്മിയെ നമഃ, ഓം ശ്രീം ഹ്രീം ക്ലീം സിദ്ധലക്ഷ്മിയെ നമഃ. ഇതാണ് നമ്മൾ ചൊല്ലേണ്ടുന്ന ആ ഒരു മന്ത്രമെന്ന് പറയുന്നത്. വളരെ ചെറിയ മന്ത്രമാണ്, അതുകൊണ്ട് വളരെയധികം സ്പീഡിലൊന്നും ചൊല്ലരുത്. വളരെ പെതിയെ, അതായത് സ്വർണ്ണ നിറത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന മഹാലക്ഷ്മി ദേവി നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുന്നതായിട്ട് നമ്മൾ മനക്കണ്ണിൽ കണ്ടുകൊണ്ട് വേണം നമ്മളിത് ചൊല്ലാൻ. ഇനി നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് ചൊല്ലുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ദീപപ്രഭയിൽ, ആ ഒരു സ്വർണ്ണവർണ്ണമായ ദീപപ്രഭയിൽ മഹാലക്ഷ്മി ദേവി എഴുന്നരുളിയിരിക്കുന്നു എന്നുള്ളൊരു ചിന്തയോടുകൂടി വേണം നമ്മളിത് ചൊല്ലാൻ വേണ്ടിയിട്ട്. 11 തവണ ചൊല്ലിയതിന് ശേഷം ആദ്യത്തെ ദിവസം ഒരു ഏലക്കയല്ലേ ഉള്ളൂ, അത് ഒരു മഞ്ഞ കളർ ക്ലോത്തിലോട്ട് വെച്ചതിന് ശേഷം ആ ഏലക്ക കെട്ടി നമ്മൾ മഹാലക്ഷ്മി ദേവിയുടെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം എന്താണോ നിങ്ങളുടെ വീട്ടിലുള്ളത് അതിൻ്റെ പാദത്തിലോട്ട് സമർപ്പിച്ചേക്കുക. പിന്നെ പിറ്റേ ദിവസവും ഇത് തന്നെ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഈ 11 ദിവസവും നിങ്ങളിപ്പോൾ രാവിലെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ 11 ദിവസവും രാവിലെ തന്നെ ചെയ്യണം. വൈകിട്ടാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് ചെയ്യണം, മാറ്റി മാറ്റി ചെയ്യരുത്. ഇനി എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് രാവിലെ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസമൊക്കെ, അത് ഒട്ടും പറ്റാത്ത സിറ്റുവേഷൻസ് ആണെങ്കിൽ മാത്രം, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ കണ്ടിന്യൂസ് ആ ഒരു സമയക്രമം പാലിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അങ്ങനെ 11ാമത്തെ ദിവസം വരുമ്പോൾ 11ാമത്തെ ഏലക്കായി നമ്മൾ ചൊല്ലി ഈ ഒരു മഞ്ഞ കളർ തുണിയിൽ വെക്കും. വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇത് എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് പൊടിക്കരുത്. ഈ ഏലക്കായും അതിനകത്തെ കുരുവുമെല്ലാം നന്നായിട്ടൊന്ന് ക്രഷായിട്ട് കിട്ടണം, ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ് കിട്ടണം, അത്രമാത്രം മതി. അതിന് ശേഷം ചെയ്യേണ്ടത്, നമ്മൾ എടുത്ത് വെച്ചിരുന്ന അതേ മഞ്ഞ കളർ തുണിയിൽ ഈ ഒരു പൊടിയിട്ട് അത് കെട്ടി മഹാലക്ഷ്മി ദേവിയുടെ പാദത്തിൽ ഒന്ന് കൊണ്ടുപോയി ടച്ച് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പൈസ വെക്കുന്നത് എവിടെയാണോ അവിടെ കൊണ്ടിത് സൂക്ഷിച്ച് വെക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൻഡ് ബാഗിൽ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ ആവാം, അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ പാദത്തിലൊട്ടതിന് ശേഷം നിങ്ങളുടെ ക്യാഷ് ബോക്സ് അല്ലെങ്കിൽ സ്വർണം വെക്കുന്നത് എവിടെയാണോ അവിടെ കൊണ്ടുപോയി സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അതിനി അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അതിനെ ഡിസ്റ്റർബ് ഒന്നും ചെയ്യരുത്. എപ്പോൾ നമ്മൾ പോയി നമ്മുടെ ഡ്രോയർ തുറന്നാലും നല്ല ഒരു വാസന ഉണ്ടാവുന്നതാണ്. ഈ വാസനയാണ് ധനത്തെ നമ്മുടെ വീട്ടിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇത് വെക്കുന്നിടത്ത് ധനത്തിൻ്റെ ഒരു സാന്നിധ്യം വേണം. അതായത് ഒന്നെങ്കിൽ കുറച്ച് ചില്ലറകളെങ്കിലും അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 5 രൂപയുടെ നോട്ടെങ്കിലും ഈ ഒരു ഏലക്കായുടെ കൂടെ ഉണ്ടായിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ഏലക്കായുടെ ആ ഒരു പൊതി അവിടെ ഇരിക്കുന്ന കാലത്തിടത്തോളം അവിടെ ധനത്തിൻ്റെ സാന്നിധ്യം നിലനിൽക്കണം. അത് ഓട്ടോമാറ്റിക്കലി വന്നുകൊള്ളും. എന്നാൽ പോലും ധനമില്ലാതെ ആ ഒരു ഏലക്ക മാത്രമായിട്ട് ആ ഡ്രോയർ അല്ലെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് ബാഗ് ഒഴിച്ചിടാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം.
അങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം അടുത്ത മാസം പൂയം നക്ഷത്രം വരുന്നതിന് അല്ലെങ്കിൽ പഞ്ചമി വരുന്നതിന് തൊട്ട് മുൻപ് തലേ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു കിഴിയെടുത്ത് ഒന്നെങ്കിൽ ഒഴുകുന്ന ജലത്തിൽ ഒഴുകിക്കളയാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ കളഞ്ഞിട്ട് ഇതേ പ്രൊസീജിയർ നിങ്ങൾക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ മാസം നിങ്ങൾ പൂയം നക്ഷത്രത്തിൽ ചെയ്തു, അടുത്ത മാസം എനിക്ക് പഞ്ചമി തിഥിയിൽ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ചെയ്യാം. അതിലൊന്നും ഒരു തെറ്റുകളുമില്ല. മാറ്റിയും തിരിച്ചും ചെയ്യുന്നതിലൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സ് പാലിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓരോ മാസവും നമ്മളിത് മുടങ്ങാതെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ കറക്റ്റ് 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിലെ ധനപരമായിട്ടുള്ള ഉയർച്ച നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അത്രമാത്രം പവറുള്ള, അത്രമാത്രം വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു പരിഹാരമാണിത്. ഇത് ഒരു ദിവസം ചെയ്യാൻ നമുക്കൊരു 2 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ദീപം കത്തിക്കണമെന്നോ പൂജകൾ ചെയ്യണമെന്നോ ഒന്നുമില്ല. എവിടെ ഇരുന്നും ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ വിശ്വാസം വേണം. അതുപോലെ തന്നെ നമുക്ക് ധനത്തിനെ ആ ഒരു ആഗമനം ചെയ്യാനായിട്ടുള്ള, ആ ഒരു മഹാലക്ഷ്മി ദേവിയെ മനക്കണ്ണിൽ കാണാനായിട്ടുള്ള ആ ഒരു കഴിവും കൂടി നമുക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫലമുറപ്പാണ്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.